ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ PVR ഐനോക്സ് കോട്ടക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ആക്ച്വലി ഇത് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ജോയിനിങ് ചാർജ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ കാർഡ് സുഖമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളൊരു കൊടാക്കിൻ്റെ ഓൾറെഡി കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലാത്തവർക്ക് ആക്ച്വലി ഒരു 740 അബവ് സിബിൽ സ്കോർ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ആക്ച്വലി ഒരു മൂവി ബേസ്ഡ് ഒരു നമ്മുടെ PVRും അതുപോലെ തന്നെ കോട്ടക്കും കൂടിയിട്ടുള്ള ഒരു കോബ്രാൻഡ് ക്രെഡിറ്റ് കാർഡാണ്. ഇപ്പോൾ മൂവി കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൂവീസ് നമ്മൾ കാണുമ്പോൾ അതിന്റെ മൂവീസിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത കാർഡാണ്. അപ്പോൾ നമ്മൾ മൂവി പർച്ചേസ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ അത് ടിക്കറ്റ് നമ്മളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ഷോപ്പിംഗ് കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിന്റെ നമുക്ക് റിന്യൂവൽ ഫീ വരുന്നത് 499 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മൂവീസ് തന്നെയാണ്. റിവാർഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ റിവാർഡ് പോയിന്റ്സ് ആണ്. വെൽക്കം ബെനിഫിറ്റ് വലിയ കാര്യമായിട്ട് സംഭവമൊന്നുമില്ല. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഓൺ മൂവി ടിക്കറ്റ് ആണ് വരുന്നത്. നമുക്ക് മൂവി ടിക്കറ്റ്സിന് വരുന്നുണ്ട് ഫുഡ് ആൻഡ് ബീവറേജസ് ഇൻസൈഡ് തിയേറ്റർ സംഭവമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതും PVRൽ മാത്രം കേട്ടോ. മറക്കണ്ട. നമുക്കിതിൽ വലിയ ട്രാവൽ ബെനിഫിറ്റ് സംഭവങ്ങളൊന്നും ഇല്ല, നമുക്ക് ഓൾറെഡി അറിയായിരിക്കും. ഡൊമസ്റ്റിക് ലോഞ്ചസ് സംഭവങ്ങളൊന്നും ഇല്ല, ഇന്റർനാഷണൽ ലോഞ്ചസ് ഒന്നും ഇല്ല. റിവാർഡിന്റെ റിഡംഷൻ ചാർജും സംഭവമൊന്നും ഇല്ല. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് സീറോ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. മിക്ക എല്ലാ കാർഡിലും ഇപ്പോൾ ഒരു ഫിക്സഡ് പോലെ ആയിട്ടുണ്ട്. പിന്നെ സ്പെൻഡ് ബേസ് വേവർ സംഭവമൊന്നും ഇല്ല, വേവ് ഓഫ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആനുവൽ ചാർജ് വേവ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു മെയിൻ കോൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബേസിൽ വേറെ കാർഡ് കിട്ടൂട്ട. അങ്ങനെ ഗുണമുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് PVRന്റെ കാർഡ് നോക്കി കഴിഞ്ഞാൽ വലിയ ഡിമാൻഡില്ലാത്ത കാർഡാണ്. അപ്പോൾ നമുക്ക് കോട്ടക് ഇന്ത്യൻ ഓയിലിന്റെ കാർഡും അതുപോലെ തന്നെ അവരുടെ ലീഗ് കാർഡൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കാർഡാണ്. അപ്പോൾ അതിനായിട്ടും അപ്രൂവൽ റേറ്റ് ഈ കാർഡുകൾക്ക് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കാർഡുകൾക്ക് നമുക്ക് അപ്രൂവൽ റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഞാൻ SBIയുടെ കാർഡ് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക IRCTCയുടെ കാർഡ് എടുക്കുകയായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു SBI കാർഡ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടാനുള്ള കാർഡ്. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഈ ഭയങ്കര കോമ്പറ്റീഷൻ കുറഞ്ഞ കാർഡുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇതിന്റെ ഫോറിൻ മാർക്കൻസി ചാർജ് നോക്കി കഴിഞ്ഞാൽ 3.5%. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 3.5% തന്നെ വരുന്നുണ്ട്. പിന്നെ ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് അപ്ലിക്കബിൾ അല്ല കേട്ടോ. അതുപോലെ തന്നെ ക്യാഷ് അഡ്വാൻസ് ചാർജ് വരുന്നത് 2.5% അല്ലെങ്കിൽ മിനിമം 500 രൂപ, അതായത് നമ്മൾ ATM ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ആഡ് ഓൺ കാർഡ് ഫീ വരുന്നുണ്ട് 299 രൂപ പ്ലസ് GST വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂവി ലവേഴ്സിന് വേണ്ടിയുള്ള സംഭവമാണ്. ഇതിൽ പോയിന്റ് സംഭവമൊക്കെ നോക്കി പറയണം, അല്ലെങ്കിൽ മറന്നു പോകും. അതുകൊണ്ട് ഇതിൽ നമുക്ക് മൂവി ടിക്കറ്റ് സ്പെൻഡിന് നമുക്ക് മന്ത്ലി സൈക്കിളിൽ നമുക്ക് മിനിമം 10,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഒരു സ്പെഷ്യലി സംഭവം. പിന്നെ നമുക്ക് ഇതിന്റെ പ്രോസും കോൺസും പറയാം. പ്രോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീറോ ജോയിനിങ് ഫീസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് കോൺസ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേവ് ഓഫ് പരിപാടി, നമ്മുടെ ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാനുള്ള സംഭവം ഇല്ല. അങ്ങനത്തെ സ്പെൻഡ് ബേസ്ഡ് വേവ് ഓഫ് ഇല്ല. അതാണ് ഒരു മെയിൻ ഡ്രോബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മുടെ ലിങ്ക് ക്ലിക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്കൊരു സൈറ്റിൽ പറയാൻ നിങ്ങൾക്ക് അതിൽ എൻ്റെ പേരും സംഭവങ്ങളൊക്കെ കാണാം. നമ്മുടെ ഡയറക്റ്റ് ലിങ്കാണ്, റെഫറൽ ലിങ്കാണ് banksathi.com. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ പാൻ കാർഡ്, മൊബൈൽ നമ്പർ, ആധാർ കാർഡ് ചോദിക്കുന്ന ഡീറ്റെയിൽസ് വേണ്ട. പാൻ കാർഡ്, ഫോൺ നമ്പർ, ഫോണിൽ OTP നമ്മൾ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ എന്താ പറയുക പിൻകോഡ് സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് പൂട്ടാം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ അപ്രൂവൽ ഓഫറോ അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ടിഫിക്കേഷൻ ത്രൂ അതിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ banksathi.com എന്നൊക്കെ പറയുന്നത് അതൊരു ഫിൻടെക് ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവരുടെയൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ ക്രെഡിറ്റ് കാർഡിലൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോസാണ് ഞാൻ ഒരു 99% ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ബാക്കിയുള്ളവരൊക്കെ ഫാമിലിയിൽ കിട്ടുന്ന കാർഡുകൾ പോലെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിൻ്റെയും കിട്ടുന്ന കാർഡുകളൊക്കെ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിഫറൻസ് ഉണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്ത സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ PVR ഐനോക്സ് കാർഡ് ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. banksathi.com കൂടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് ആവുകയാണ്. നിങ്ങൾക്ക് മോസ്റ്റ്ലി അപ്രൂവ് ആവുന്നത് വെച്ചാൽ എൻ്റെ ഓൾറെഡി കോടാക്കിൻ്റെ കാർഡ് ഉണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ പേരെന്തായിരുന്നു കോട്ടക്കിന്റെ മോജോ കാർഡ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് 1 മാസം ആവണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പക്ഷേ നമുക്ക് ഓൾറെഡി കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ അഡീഷണൽ കാർഡ് സുഖമായിട്ട് കിട്ടുന്നതാണ്. അതിൽ ഓൾറെഡി ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ് ഉണ്ട്, അത്യാവശ്യം നല്ല ലിമിറ്റും ഉണ്ട്. അപ്പോൾ
അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലിങ്ക് ത്രൂ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ നമ്മുടെ കമന്റ്സ് എണ്ണം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കുറേ പേർക്ക് ഇതുവരെ കിട്ടാത്തവർക്ക് നമുക്ക് ലിങ്ക് ത്രൂ കിട്ടിയിട്ടുണ്ട് സുഖമായിട്ട്. അതുകൊണ്ട് റെഫറൽ ലിങ്കിന്റെ ഒരു ഡിഫറൻസ് അതാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ പ്രൊമോഷനോ റെക്കമെൻഡേഷനോ സംഭവമൊന്നുമല്ല, ഓൾറെഡി എടുത്ത് പറയട്ടെ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, GHH വേൾഡ് എന്നാണ് ചാനലിന്റെ പേര്. നമ്മളതിൽ മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ ടെക് അപ്ഡേറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ഇനി എന്താ പറയുക ജോബ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ലിങ്ക് കാണാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.